ഒട്ടകം കഴിക്കണമെന്നൊരാഗ്രഹമായി അങ്ങനെ അവൾ വന്നിരിക്കുക. വന്നപ്പോൾ തൊട്ട് പറയുകയാണ് ഒട്ടകം ഒട്ടകം ഒട്ടകം. ഇതാണ് ഒട്ടകറച്ചി. ഒട്ടകം കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂടാട്ടോ. ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയേണ്ടേ, ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. സൗദി അറേബ്യ വന്നിട്ട് കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പം ഒട്ടകയിറച്ചിയുടെ അടിപൊളി വിശേഷങ്ങൾ കാണാം. ഫുൾ വീഡിയോ വാച്ച് ചെയ്യണേ. ഇത് കണ്ട ഫാമിലി സെക്ഷൻ പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് മറയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ മറയ്ക്കുകയാണ്. എൻ്റെ കാല് നല്ലോണം മുറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മീനിട്ട്. അപ്പോൾ ഇരിക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. പിന്നെ ഒട്ടകയിറച്ചി കഴിക്കാനുള്ളവർ ഒരാവേശത്തിൽ ഞാൻ നീരുന്ന വേദന സഹിച്ചാലും ഒട്ടകം കഴിക്കണമെന്നൊരാഗ്രഹമായി അങ്ങനെ അവൾ വന്നിരിക്കുക. വന്നപ്പോൾ തൊട്ട് പറയുകയാണ് ഒട്ടകം ഒട്ടകം ഒട്ടകം. ഇതുവരെ ഒട്ടകം കഴിച്ചിട്ടില്ലല്ലോ. എന്നാ പിന്നെ കഴിച്ചു നോക്കാം അല്ലേ? ഇതാണ് ഒട്ടകറച്ചി. ഒട്ടകം കഴിക്കാൻ പോവുകയാണ്. ബീഫിൻ്റെ ഒക്കെ അനിയനാണോ അത് ചേട്ടനോ? നല്ല ചൂടാട്ടോ. ഒട്ടകത്തിനെ കാണിച്ചേ. ഇതാക്കിയ നല്ല മീറ്റാ. ഞാൻ വെച്ചു ഒട്ടകം എങ്ങനെ ഇരിക്കുമെന്ന്. അതോ ബീഫ് കഴിക്കുന്നവര് അതേ ഒരു പച്ചപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ ഒട്ടകം സൂപ്പറും പച്ചപ്പ് അൽറൊമാൻസിയുടെ ഇതെനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും വരാം. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. പയറ് നിറഞ്ഞു. ബീഫൊക്കെ ബീഫല്ല, വേറൊരു ടേസ്റ്റ് തന്നെ. ആ ബീഫിൻ്റെ ഇറച്ചി പോലെ തന്നെ തോന്നും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് മീറ്റാണ് ഒട്ടകയിറച്ചി എന്നുള്ളത്. എൻ്റെ ധാരണ ഭയങ്കര കട്ടിയുള്ള മീറ്റ് എന്നായിരുന്നു, പക്ഷേ ഇത് നല്ല സോഫ്റ്റ്. നല്ല അല്ല, എനിക്ക് ഇവരുടെ കുക്കിംഗ് ആണോ നമുക്കറിയില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഭക്ഷണമാണ്. സലാഡ് മാത്രം ഒരു എനിക്ക് അത്ര ഇവരുടെ രീതിയിലുള്ളതായിരിക്കും. സലാഡല്ല, തന്നില്ലല്ലോ, ഇത് മറ്റേ ഹോട്ട് സോസാണ്, മിർച്ചി സോസ്. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര ഇഷ്ടമാവാൻ. മസ്റ്റ് ട്രൈ ആയിട്ട് ഇല്ല, ഒട്ടകയിറച്ചി കഴിക്കാം. അതിൻ്റെ ആഗ്രഹം തീർന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാം ആദ്യം ഒന്ന് കഴിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഏതായിരിക്കും വെച്ചാൽ അടുത്ത ഏത് ഭക്ഷണമായിരിക്കും നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്? അടുത്തത് ആനയിറച്ചി കഴിക്കും. അങ്ങനെ നമ്മുടെ ചെറിയ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു ഒട്ടകയിറച്ചി. ഫുഡൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ ഒട്ടകയിറച്ചി കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.